ഇത് ശരിക്കും ഒരു അനിമി മൂവിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിന് മാത്രം ഇതിലെ കഥയോടും ക്യാരക്ടേഴ്സിനോടും എല്ലാം നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയി പോവും. ടോക്കിയോ നഗരത്തിൽ ജീവിക്കുന്ന ടാക്കി എന്ന പയ്യനും ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ താമസിക്കുന്ന മിത്സുഹ എന്ന പെൺകുട്ടിയും തമ്മിൽ ഒരു നാൾ ബോഡി സ്വാപ്പിംഗ് നടക്കാണ്. അവളുടെ ശരീരത്തിൽ അവനും അവന്റെ ശരീരത്തിൽ അവളും ഉറങ്ങി എണീക്കുക. ഒരുപാട് കൺഫ്യൂഷനും കോലാഹലങ്ങളുമായിട്ട് തുടങ്ങുന്ന അവരുടെ ആ ബന്ധം പിന്നീട് മറക്കാനാവാത്ത ഒരു മനോഹരമായ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒരു ബോഡി സ്വാപ്പിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിന്റെ കഥയാണ് ഈ മൂവിയിൽ പറയുന്നത്. ഞാൻ കണ്ട ആദ്യത്തെ അനിമി മൂവിയാണിത്. ചെറുപ്പത്തിൽ ഒരുപാട് കാർട്ടൂണൊക്കെ കാണുമായിരുന്നെങ്കിലും ഈ അനിമി വേൾഡിലേക്ക് അങ്ങനെ വന്നിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു റീല് കണ്ട് തിരഞ്ഞിറങ്ങിയതായിരുന്നു ഈ മൂവിയെക്കുറിച്ച്. യൂട്യൂബിൽ വന്നപ്പോൾ സിനിമ സ്റ്റെലർ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഈ മൂവിയെക്കുറിച്ചുള്ള റിവ്യൂ കിടക്കുന്നു. ആ വീഡിയോയുടെ പാതി വരെ ഞാൻ കണ്ടല്ലോ കേട്ടോ. പുള്ളിയുടെ നരേഷൻ കേട്ടിട്ട് തന്നെ മൂവി ഒരുപാട് ഇഷ്ടമാകും. നേരെ പോയി ഫുൾ മൂവിയും കാണുകയും ചെയ്തു. ചുമ്മാ പറയരുതല്ലോ, കിടിലൻ മൂവിയായിരുന്നു കേട്ടോ. ഒരു അനിമി മൂവിക്ക് ഇത്രയധികം നമ്മളെ ഇമോഷണൽ ആക്കാൻ പറ്റുമോ, നമ്മളെ കരയിപ്പിക്കാൻ പറ്റുമോ എന്ന് തോന്നിപ്പോയി. എനിവേ മിസ്റ്റർ സിനിമ സ്റ്റെല്ലർ, താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രൊഡ്യൂസിങ് ദിസ് മാസ്റ്റർ പീസ് ടു മീ. ആൻഡ് ഗൈസ്, നമ്മുടെ ഈ വീഡിയോയിൽ ഈ മൂവിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഈ കഥയുടെ ഭംഗി ഒട്ടും ചോരാതെ അവതരിപ്പിക്കാനും ശ്രമിക്കാം. പിന്നെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ താങ്ക് യു ഫ്രണ്ട്സ്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ നായികയായിട്ടുള്ള മിത്സുയെ കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൾ ഉറക്കം എണീറ്റതും ഞാനിത് എവിടെയുള്ളത്, ഇതേത് റൂം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ബോധമില്ലാതിരിക്കാം. പണ്ട് മിത്സുയുടെ അനിയത്തി വന്ന് ചേച്ചി ഇനി എണീറ്റില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി വാ എന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് പോകുന്നത്. എന്ത് ചേച്ചിയോ ഞാനോ എന്ന് പറഞ്ഞ് അവളിങ്ങനെ അന്തം വിട്ട് നിൽക്കാം. അത് കഴിഞ്ഞ് എണീറ്റ് റൂമിൽ കണ്ണാടി നോക്കിയതും അവളെ തന്നെ കണ്ട് ഞെട്ടി ആകെ അലറി വിളിക്കാണ്. അവിടെ വെച്ച് ആ സീന് കട്ടാകുകയാണ്. പിന്നെ കാണിക്കുന്നത് മിത്സുകയുടെ മുത്തശ്ശി അനിയത്തിയൊക്കെയാണ്. അവളും അവളുടെ അനിയത്തിയും അവളുടെ മുത്തശ്ശിയുടെ കൂടെയാണ് താമസം. അവളുടെ അമ്മയാണെങ്കിൽ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അച്ഛൻ ഇപ്പൊ അവരുടെ കൂടെയല്ല. അപ്പതേ മിത്സുക സ്കൂളിലൊക്കെ പോവാൻ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ പുറത്ത് കഴിക്കുക. അന്നേരം അവളുടെ മുത്തശ്ശി അവളെ നോക്കിയിട്ട് നിനക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ ആയില്ലേ എന്ന് പറയാണ്. അപ്പൊ തന്നെ അവളുടെ അനിയത്തി നിനക്കെന്താ എന്താ പറ്റിയത്, നീ ആകെ വട്ട് പിടിച്ച പോലെയാണല്ലോ പെരുമാറിയത് എന്ന് പറഞ്ഞ് ചിരിക്കുക. മിത്സുയ്ക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ എന്ന് പറയാണ്. അന്നേരം ടിവിയില് ഭൂമിക്കരികിലൂടെ ഒരു വലിയ കോമറ്റ് കടന്നു പോകുന്നുണ്ടെന്നും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്നും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും ഇത് കാണാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കട്ട് ചെയ്താ പിന്നീട് കുറെ കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോവാണ്.